ആദ്യം രാജ്യം പിന്നെ പാർട്ടി എന്ന് ശശി തരൂർ നിലപാടുകൾ പ്രഖ്യാപിച്ചതോടെ അദ്ദേഹം പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകളോടും ഇന്ത്യയിലെ നിലനിൽക്കുന്ന ജനാധിപത്യ സംവിധാനത്തോടും തുടർച്ചയായി പുറംതിരിഞ്ഞു നിൽക്കുകയും മോദീസത്തോട് അതിരുവിട്ട സ്നേഹപ്രകടനം നടത്തുകയും ചെയ്യുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. ഇദ്ദേഹം ഈ പറഞ്ഞ വാക്കുകൾക്ക് വല്ല പ്രസക്തിയുമുണ്ടോ? കാരണം രാജ്യം പ്രതിസന്ധിയിലായ സമയത്ത് ഇന്ത്യൻ ഭരണകൂടത്തോട് കോൺഗ്രസിന് പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നപ്പോഴും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് രാജ്യത്തോടൊപ്പം നിന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് അമേരിക്കൻ പ്രസിഡന്റ് വരെ സംസാരിച്ചപ്പോൾ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനം എന്ന നിലക്ക് ഇപ്പോൾ ഈ രാജ്യത്തെ പ്രതിപക്ഷം എന്ന നിലക്കും ഭരണകൂടത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ഭരണകൂടത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് എങ്ങനെയാണ് രാജ്യത്തിനെതിരാവുന്നത്? രാജ്യത്തിനെതിരാണ് എന്നത് സംഘപരിവാറിൻ്റെ നിലപാടാണ്. നിർഭാഗ്യവശാൽ ആ നിലപാടാണ് ശശി തരൂറും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകരും തരൂരിൻ്റെ ഈ നിലപാട് അംഗീകരിക്കില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് നിൽക്കുന്ന നേതാവ് കൂടിയായ തരൂർ കോൺഗ്രസ് പാർട്ടിയുടെ കീഴിൽ മത്സരിച്ചും വിജയിച്ചും നിലനിൽപ്പ് നേടിയതിന് പിന്നിൽ പാർട്ടിയുടെ ചട്ടങ്ങൾക്കും ഭരണരീതികൾക്കും പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരുടെ വിയർപ്പിൻ്റെ പിൻബലവും ഉള്ളതിനാലാണ്. അതല്ലെങ്കിൽ തനിച്ചു നിന്ന് മത്സരിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ വ്യക്തിഗത അഭിപ്രായം മുന്നോട്ട് വെക്കുമ്പോൾ അതിന് പാർട്ടിയുടെ പ്രമേയവുമായി നിലപാടുമായും പൊരുത്തം വന്നിരിക്കണം എന്നത് പൊതുവായ രാഷ്ട്രീയ മാന്യതയും മര്യാദയുമാണ്. ഒരു പാർട്ടിക്ക് കീഴിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിയുടെ നിലപാടുകളെ കാണാനും പാർട്ടിയുടെ നന്മയിലൂടെ രാജ്യത്തിൻ്റെ നന്മയും പുരോഗതിയും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഏതൊരാളും പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സ്വന്തം പാർട്ടിയുടെ ശത്രുക്കൾക്ക് പ്രചരണായുധമാക്കാൻ കൊടുക്കുന്നത് അന്തസ്സില്ലായ്മയാണ്. ഇന്ത്യൻ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ പൊതുനിലപാടുകളിൽ നിന്ന് സ്വതന്ത്ര ചിന്തകൻ എന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള താൽപ്പര്യമുണ്ടെങ്കിൽ അതിന് യോജിച്ച മാർഗം MP സ്ഥാനം രാജിവെച്ച് പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് വ്യക്തിഗത നിലപാട് സ്വീകരിക്കുകയാണ് ശശി തരൂർ ചെയ്യേണ്ടത്. ഒരു ജനാധിപത്യ രാജ്യത്തും ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിലും നിൽക്കുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യവും പ്രതിപക്ഷ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയും ഒരുപോലെ സുപ്രധാനമാണ്. പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കാതെ മാനിക്കാതെ തൻ്റെ മാത്രം അജണ്ട നിലനിർത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ പാർട്ടിക്കുള്ളിൽ അനാസ്ഥക്കും അനിശ്ചിതത്വത്തിനും വഴിയൊരുക്കുമെന്നത് മറന്നുകൂടാ ശശി തരൂർ. ശശി തരൂർ ഇന്ത്യയുടെ നന്മക്കായുള്ള ആത്മാർത്ഥ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നതിൽ സംശയമുണ്ട്. ഇന്ത്യയിൽ ജീവിതത്തിൽ ആദ്യമായി വോട്ട് ചെയ്ത് ആദ്യമായി സ്ഥാനാർത്ഥിയായി ആദ്യമായി വിജയിച്ച് ആദ്യമായി മന്ത്രിയായ ശശി തരൂരിന് കോൺഗ്രസ് പ്രവർത്തകരുടെയും പാവപ്പെട്ട ഇന്ത്യക്കാരൻ്റെയും അവസ്ഥ എന്താണെന്നറിയില്ല. അതുകൊണ്ട് പുതിയ മേച്ചിൻപുറങ്ങളും സ്ഥാനങ്ങളുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്.